തൃശൂർ ഇന്ന് പുലർച്ചെയുണ്ടായ ഭൂകമ്പത്തിൽ 2.9 തീവ്രത രേഖപ്പെടുത്തിയതായി കേന്ദ്ര ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം. ചെറുചലനങ്ങളിൽ ജനങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഭൂചലനമുണ്ടായാൽ സ്വീകരിക്കേണ്ട ജാഗ്രതാ മുന്നറിയിപ്പുകൾ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, കഴിഞ്ഞ ദിവസവും ഇന്നും ഇപ്പോൾ തുടർച്ചയായി ഭൂചലനം ഉണ്ടാകുന്നു എന്നുള്ളത് ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അതിൽ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് എന്താണ്? അനുജ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഈ തൃശ്ശൂരിൽ ഉണ്ടായ ഭൂചലനം അതിന്റെ തീവ്രത 3 ആയിരുന്നു എന്ന് കേന്ദ്ര ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 3:55 തൃശ്ശൂർ കുന്നംകുളം അതുപോലെ വടക്കാഞ്ചേരി മേഖലകൾ, പ്രത്യേകിച്ച് വടക്കാഞ്ചേരിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ചില പ്രദേശങ്ങൾ ഭൂചലനം അനുഭവപ്പെട്ടതെന്നാണ് കേന്ദ്ര ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. അതിന്റെ തീവ്രത രേഖപ്പെടുത്തുന്നത് 2.9 2.9 മാഗ്നിറ്റ്യൂഡാണ് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തുന്ന തീവ്രത. ഈ ചെറു ചലനങ്ങളിൽ സമൂഹം ഭയചകിതർ ആകേണ്ടതില്ല, പരിഭ്രാന്തരാകേണ്ടതില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. ഭൂചലനം ഉണ്ടായാൽ സ്വീകരിക്കേണ്ടതും അതുപോലെ എടുക്കേണ്ട മുൻകരുതലുകളും അത് ജാഗ്രതാ മുന്നറിയിപ്പുകളായി ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില ഗവേഷകർ പറയുന്നത് ഇങ്ങനെയാണ്: മഴക്കാലത്ത് ചിലയിടങ്ങളിൽ ഇത്തരം ഭൂചലനങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. അതിന്റെ തീവ്രത കുറവായതുകൊണ്ട് തന്നെ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. മഴക്കാലം ആരംഭിച്ച ശേഷം ഭൂഗർഭ ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് ഭൂഗർഭത്തിലെ ചെറു പാളികളിൽ ഉണ്ടാകുന്ന ശക്തി കുറഞ്ഞ തെന്നി മാറലുകളാണ് ഈ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലെ ചില കേന്ദ്രങ്ങളിൽ അനുഭവപ്പെടുന്ന ചെറു ഭൂചലനങ്ങൾക്ക് പിന്നിലെന്നാണ് ഈ ഭൂകമ്പ ഗവേഷകർ പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഈ ഘട്ടത്തിൽ ഇല്ല എന്നവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അനുജ, അതാണ് ഇപ്പോൾ തൃശ്ശൂരിലൊക്കെ ഉണ്ടായിട്ടുള്ള ഭൂചലനത്തിൽ ആശങ്ക വേണ്ടതില്ല, ചെറുചലനങ്ങളാണ്, അതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചത്.